ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിക്രവും ആ പോലീസുകാരും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. അവനെ ഒരു രീതിയിൽ അടിച്ച് വീഴ്ത്തി. പക്ഷെ വിക്രത്തിൻ്റെ മുറിവുള്ള കാലിലേക്ക് അവൻ കെട്ടി അങ്ങ് പിടിച്ചു. വിക്രത്തിന് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. വിക്രം കടിച്ചു പിടിച്ചു. എന്നിട്ട് മറ്റേ കാലും കൊണ്ട് അവൻ്റെ പുറത്തിനിട്ട് തന്നെ ചവിട്ടി ഒരു പരുവാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം എഴുന്നേറ്റ് പോവാം. പക്ഷെ വിക്രം എഴുന്നേറ്റ് പോയ പോക്കിന് ഈ പോലീസുകാരൻ പിന്നിൽ നിന്ന് വന്ന് നമ്മുടെ വിക്രത്തെ പിടിച്ചു. പക്ഷേ പറ്റില്ലല്ലോ, അതായത് വിക്രത്തെ കുത്താനായിട്ടാണ് അവൻ കത്തി എടുത്തത്. പക്ഷെ നമ്മുടെ വിക്രം അവൻ്റെ കൈ പിടിച്ച് ഓടിച്ചു. അപ്പോഴത്തേക്കും കത്തി താഴെ പോയി. ഒരൊറ്റ അടിയായിരുന്നു അവൻ്റെ തലമ നോക്കിയിട്ടോ. പിന്നെ അവനെ അടിച്ചിട്ട് അവൻ ബോധം കെട്ടുപോയി ഈ പോലീസുകാരൻ. പിന്നെ അടിച്ച് അവൻ്റെ പരിപ്പിളക്കി. അത് കഴിഞ്ഞ് തലയിലിട്ടിരുന്ന ആ ടവലൊക്കെ അങ്ങ് ചാടി പോയിട്ടോ വിക്രത്തിൻ്റെ. അപ്പോൾ വിക്രമാണ് വന്നിരിക്കണമെന്നുള്ളത് മറ്റേ പോലീസുകാരൻ കൃത്യമായി കണ്ടു. പിന്നെ അവൻ ഇനി ജീവിച്ചിരിക്കാൻ പോലും ഉള്ള ഇതില്ലാത്ത രീതിയിലാക്കി. പക്ഷെ താൻ എന്തിനാണ് വന്നതെന്നും തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും ദ്രോഹിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ ഇവൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു വിക്രം. എൻ്റെ ചേട്ടനെ തൊട്ട അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ തൊട്ട ഞാൻ ചുമ്മാ നോക്കി അങ്ങ് ഇരിക്കുമെന്ന് വിചാരിച്ചോടാന്നീന്ന് ചോദിച്ചു. അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് കുത്തി ശരിക്കും കൊടുത്തു. നിന്റെ ഭാര്യ അടക്കം 3 പെണ്ണുങ്ങൾ വിധവയാകൂടാന്നൊക്കെ പറഞ്ഞു. കാമുകിമാരുടെ കാര്യമൊക്കെ പറയുക. അപ്പോൾ ആണുങ്ങളെ ചെന്ന് തല്ലുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിയാണെന്ന് നീ ഓർക്കണടാ നായെന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തവനിട്ട്. പിന്നെ ഇനി സർവീസിലിരിക്കാൻ നീ യോഗ്യനല്ല എന്നും പറഞ്ഞു. ഒടിഞ്ഞ കഴുത്തുമായിട്ട് ഒരു ഇൻസ്പെക്ടർ സർവീസിൽ അൺഫിറ്റ് ആണെന്നും പറഞ്ഞ് അവൻ്റെ കഴുത്തും പിടിച്ച് ഓടിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കാലും ചവിട്ടി ഓടിച്ചു. ഇനി സാബ് എന്ന് പറഞ്ഞ പോലീസുകാരനില്ല. അങ്ങനെ അടിച്ച് അവനെ കൊല്ലാതെ കൊന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ ഇഷിതയാട്ടോ. ഇഷിതയുടെ നമ്പറിലേക്ക് വേദ വിളിക്കുക. ഹലോ, നിങ്ങൾ എവിടെയാണ് ഇറങ്ങിയോന്ന് ചോദിച്ചു. അത് പിന്നെ ഇനി ഒട്ടും വൈകണ്ട കേട്ടോ. ഏട്ടനും ഏട്ടത്തെയും കൂടെ സിനിമയ്ക്ക് പോയതാ. 11 മണിയുടെ ഷോ ആയതുകൊണ്ട് 2 മണിയെങ്കിലും ആകും തിരിച്ചെത്താനായിട്ട്. അതിനുള്ളിൽ വിക്രമനെ നീ ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വിക്രം ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു ഇഷിത. ഇല്ലേ, എവിടെ പോയതാണെന്ന് വേദ ചോദിച്ചപ്പോൾ അത് പിന്നെ വേദയുടെ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ ചാവി വാങ്ങിച്ചു പോയി. ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേദയ്ക്ക് ടെൻഷൻ കൂടി. എൻ്റെ പണി എൻ്റെ ഇഷിത നീ കാണിച്ചത് എന്തിനാ നീ പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടിട്ടാ. പറ്റില്ല എന്ന് പറഞ്ഞാലും നിൽക്കുന്ന ഒരു സ്വഭാവം അല്ലാന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയത്ത് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ചോദിച്ചു. പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല എന്ന് കാണിച്ചവായിട്ട് തന്നെ പറഞ്ഞെന്ന കാര്യം പറയുക. നാളെ ഒരു പക്ഷേ എനിക്കെതിരെ കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഒഴിവാക്കാൻ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ പോയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. അപ്പോൾ തൊട്ടടുത്ത നിമിഷം വിക്രത്തിൻ്റെ വണ്ടി വരുന്നു. വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതെയോ, എന്നാൽ വേഗം പുറപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞു വേദ. ശരിയെന്ന് പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. അപ്പോഴേക്കും ഇഷിത ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ കാലൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. കയ്യിലൊക്കെ ചോര. അപ്പോൾ കയ്യിലൊക്കെ മുറിവ്. ഇതെന്താ മുറിവ് എന്ന് ചോദിക്കുമ്പം സാരമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ മുറിവും വെച്ചുകൊണ്ട് പോകാനോ? ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാം, വരാൻ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കും, ഞാൻ പോയി മരുന്നെടുത്തുകൊണ്ട് വരാം, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത വിക്രത്തെ അവിടെ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് പോയി മുറിവിൽ വെക്കാനുള്ള മരുന്നും കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഇഷിത വെച്ച് കെട്ടു ഒക്കെ ചെയ്യുക. വേദ നേരത്തേനോട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. തൊട്ടടുത്ത നിമിഷം വേദയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. വേഗം തന്നെ വേദ ഓടി പുറത്തേക്ക് ചെന്ന് വിക്രത്തിനെ വേദയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. വേദ ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം കുഴപ്പമില്ല നിനക്ക് ഉറപ്പില്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വേദ. താങ്ക് യു ഫോർ എവറിത്തിങ്. അപ്പോൾ നാളെ ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്നൊക്കെ ഇതിലുണ്ട് കേട്ടോ, നീ എന്നെ വിളിക്ക്, 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാട്ടോ എന്ന് പറഞ്ഞു. നീ വേഗം ചെല്ലട്ടോ എന്ന് പറഞ്ഞു ഇഷിത വേദയ്ക്കെല്ലാം കൈമാറി. എന്നിട്ട് ഇവർ 2 പേരും അകത്തേക്ക് കയറിപ്പോയി. ഇഷിതയാണെങ്കിൽ പോയി. എന്നിട്ട് പതുക്കെ ഇവരാരും കാണാതെ പോവുക. വിക്രത്തിനാണ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ കയറി. എന്നിട്ട് വേദയ്ക്ക് ഇവർ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഈ വിക്രം പോണ വഴിക്കെല്ലാം ചോരയാണേ. അപ്പോൾ വിക്രത്തിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വേദന കൊണ്ട് പൊളയുവാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ വേദയാണെങ്കിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഡ് ഒഴുകുന്നു. ഇത് കണ്ടപ്പോൾ വേദ അയ്യോ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര അപ്പോൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അവിടെ ചെന്നിട്ട് നടന്ന വഴിയിലൊക്കെ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കി. വിക്രാണെ പാവം വേദന കൊണ്ട് പൊളയും. എന്നിട്ടപ്പോഴത്തേക്ക് ഓടി ചെന്ന് വന്ന വഴിയും പോയ വഴിയിലുള്ള ബ്ലഡ് മുഴുവനും വേദ തുടച്ച് കളഞ്ഞു കേട്ടോ മോപ്പെടുത്ത്. അങ്ങനെ വേദയുടെ മുറിയിലെയും ഹോളിലെയും എല്ലാം തുടച്ച് വഴി വരെയുള്ളത് വൃത്തിയാക്കി. റോഡ് വരെയുള്ളത് നമ്മുടെ വേദ തുടച്ച് വൃത്തിയാക്കി. കാരണം ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ബക്കറ്റും മോപ്പുമായിട്ട് വേദ അതിലെല്ലാം നടന്നെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇങ്ങനെ അപ്പോഴത്തേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ ഈ വേദന സഹിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുക. സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കാലിന്.
അങ്ങനെ വിക്രം കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് വേദ എല്ലാം നോക്കി എല്ലാം സെറ്റാക്കി അവിടുന്ന് എല്ലാം ഓക്കെ ആക്കിയിട്ട് മുറിയിലേക്ക് കയറി വന്നു. വിക്രത്തിനുള്ള മരുന്നും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും കെറ്റിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം വേദന കൊണ്ടിരുന്ന് പൊളയുവാണ്. അപ്പോൾ ഇങ്ങനെ കയ്യിലും നോക്കി, കയ്യിലും മുറിവ്. ഈ കൈ എങ്ങനെയാണ് മുറിഞ്ഞതെന്ന് വേദ ചോദിച്ചു. അപ്പോൾ വിക്രം ഇങ്ങനെ കയ്യിൽ നോക്കുക. തൊട്ടടുത്ത നിമിഷം അവിടെ ഫോൺ റിങ് ചെയ്യുന്നു. വേദ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ അത് ഇഷിതയായിരുന്നു. അതെ, കാല് നീ ഒന്ന് നോക്കണം, കാലിലിട്ടിരിക്കുന്ന സ്റ്റിച്ചിന് കുഴപ്പമുണ്ടോ എന്ന് നോക്കണം, ഞാൻ തന്ന കവറിൽ മരുന്നും പഞ്ഞിയും എല്ലാ കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ ശരി, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതെ, ഒന്ന് മരുന്ന് പുരട്ടി ഡ്രസ്സ് ചെയ്തേക്കുക, നാളെ കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാനെന്നുള്ള മട്ടിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഡി, ഹാവ് എ ഗുഡ് ഡേ എന്നും പറഞ്ഞ് നമ്മുടെ ഇഷിത ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ ഇങ്ങനെ നോക്കും. അപ്പോൾ ഇഷിതയെ വിളിച്ചത് ഇയാളുടെ കാര്യം ചോദിക്കാൻ വിളിച്ചതാ, മരുന്നിൻ്റെ കാര്യമൊക്കെ പറയാൻ വിളിച്ചതാണെന്ന് വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു കേട്ടോ. ഇങ്ങനെ ചിരിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും അയ്യോ ബ്ലഡ് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ തളം കെട്ടി കിടക്കുക. മുറിയിൽ നിന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വേദ. അയ്യോ ഒന്ന് അഴിച്ച് ഡ്രസ്സ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വേദ പിന്നെ മുറിവ് അഴിച്ച് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇഷിത കൊണ്ടുവന്ന മരുന്നൊക്കെ എടുത്തു. അതിനുശേഷം വിക്രത്തിൻ്റെ കാല് പതുക്കെ ബെഡിലേക്ക് കയറ്റി വെച്ചു. അപ്പോഴത്തേക്കും വിക്രം ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയോ, ഒച്ച വയ്ക്കാനും പറ്റില്ല, ഭയങ്കര വേദന സഹിച്ച് കടിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും വേദ പിന്നെ മുറിവിനുണ്ടായിരുന്ന ആദ്യത്തെ ഡ്രസ്സിങ്ങൊക്കെ അഴിച്ചു. അപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ മാറ്റി പിന്നെ ബ്ലഡൊക്കെ തുടച്ച് കളഞ്ഞ് അടുത്ത മരുന്നെല്ലാം വെച്ച് കെട്ടി ഇതാക്കും. അപ്പോൾ ഈ ഡ്രസ്സ് മാറാം, ഞാൻ പുറത്ത് പോയി കുറച്ച് ഡ്രസ്സൊക്കെ വിക്രത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വേദ ഇങ്ങനെ പറഞ്ഞു. ഇത് തന്നെ ഇട്ട് നാറിയിരിക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദ പറയാം. അപ്പോൾ ആരെങ്കിലും ആരും കണ്ടില്ലല്ലോ, പിന്നെന്താ അപ്പോൾ കുഴപ്പം എന്ന് വേദവിക്രത്തോട്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദനയോടുകൂടിയാണ് ചോദിക്കുന്നത്. പണ്ടേ എൻ്റെ മുറിയിലേക്ക് ആരും വരാറില്ല, ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആരും വരാറില്ല എന്ന് വേദ ഇങ്ങനെ പറയാം. ഇങ്ങനെ അതും പറഞ്ഞ് വേദ ഇങ്ങനെ മുറിവെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വിക്രത്തിനാണെങ്കിൽ ഭയങ്കര വേദനയായിട്ടോ, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ബ്ലഡ് മുഴുവനും കൂടെ കറുത്ത ഒരു കളറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കട്ട കെട്ടി ആ ഒരു ഇതിൽ. വിക്രമാണെങ്കിലുള്ള ദൈവങ്ങളെല്ലാം വിളിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് വേദ ഈ മുറിവെല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം വിക്രത്തിന് ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഈ കയ്യിൽ എന്നാ പറ്റിയതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കത്തിയിൽ പിടിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. കത്തിയിലോ? ആ കത്തിയിൽ. അത് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അവനെ കൊണ്ട് അച്ഛനും ചേട്ടന്മാർക്കും ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വിക്രം ഇൻസ്പെക്ടറുമായിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് വേദ ചോദിച്ചപ്പോൾ ഇടി കൊടുക്കാതെ സുരക്ഷിതമായിട്ട് മറിഞ്ഞിരിക്കണമെങ്കിൽ അവൻ്റെ ശല്യം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന് വിക്രം വേദയോട് പറയുവാണ്. പിന്നെ അതിനാണ് ഞാൻ പോയതെന്നും അവൻ നാളെ അമ്മയുടെ ഏട്ടത്തിമാരുടെയൊക്കെ നേർക്കാര്യം ചെല്ലുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വേദ വിക്രത്തോട് ചോദിച്ചു. അപ്പോൾ പേടിക്കണ്ട, മരിച്ചിട്ടില്ല എന്ന് വിക്രം വേദയോട് പറയും. ഒരു വിധത്തിലും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കുമ്പോൾ വിക്രം വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് വേദ ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് മാത്രം രക്ഷപ്പെട്ട പോരല്ലോ വേദ, കുടുംബത്തിലുള്ളവരുടെ നേരെ അവൻ ചെന്നാൽ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് വിക്രം വേദയോട് ചോദിച്ചു. പറഞ്ഞു വേദ അതിനും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ എൻ്റെ അച്ഛനെയും ഏട്ടന്മാരെയും അവൻ തൊട്ടുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിക്രം വേദയോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയതെന്നും താൻ എന്നോടൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ വിക്രം വേദയോട് എന്നിട്ട് പറയുക. വേദ അന്നേരം വിക്രത്തെ ഇങ്ങനെ ഒന്ന് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിക്രം അവിടെ ഇരുന്ന് വേദയോട് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ആ മുറിവിൽ മരുന്ന് വെച്ച് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിൽ നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുക. വേദന ഉണ്ട് എങ്കിൽ പോലും. എന്നിട്ട് വേദയുടെ മുഖത്തെ ഭാവമൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ടെൻഷൻ അടിച്ചിട്ടുള്ള പേടിയുള്ള ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേദയെ. അപ്പോൾ വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ. വേദയാണെങ്കിൽ ധൃതിപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്ത് ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ ഒരു തെളിവുകൾക്ക് ഒരു പഴുതുപോലും ഇടാതെ നമ്മുടെ വേദ എല്ലാ കാര്യങ്ങളും ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കൈ ഇങ്ങ് നീട്ടാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മരുന്ന് പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പം സ്റ്റിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വേദ എന്നിട്ട് വിക്രത്തിൻ്റെ കൈ മേടിച്ച് നോക്കിയപ്പോൾ അതും വലിയ മുറിവ്. ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. വേദ എന്നിട്ട് അടുത്ത മരുന്ന് എടുത്തുകൊണ്ട് വന്ന് അതിലും തൊട്ടൊക്കെ കൊടുത്തു. അതിനുശേഷം നിലത്ത് കിടന്ന ബ്ലഡ് എല്ലാം മുഴുവൻ തുടച്ച് കളഞ്ഞ് അങ്ങ് പോയപ്പോഴത്തേക്കും വിക്രം വേദയുടെ കയ്യിലേക്ക് കയറി അങ്ങ് പിടിച്ചു. വേദ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ദേഷ്യമാണെന്ന് വിക്രത്തിന് മനസ്സിലായി. താൻ പിണക്കത്തിലാണോ ചോദിക്കുമ്പം ഞാനെന്തിനു പിണങ്ങണം, നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ടല്ലേ, ഞാനെന്ത് പറയാനാ, അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് അച്ഛന് പോലും നിങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ശ്രമിച്ചിട്ട് എന്തിനാ. അപ്പോൾ ചിലത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ജീവിതം മുഴുവനും സ്വസ്ഥത ഉണ്ടാവില്ല വേദ. അപ്പോൾ
എന്താ പേപ്പെട്ടി പിന്തുടരുന്നത് പോലെ അത് പിന്നാലെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പം ഒന്നിനെ അവസാനിപ്പിച്ചതുകൊണ്ട് അതില്ലാണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വേദ. എല്ലാ കാലത്തേക്കുമായി എല്ലാം അവസാനിപ്പിക്കണമെന്ന് കരുതാതെ അല്ലല്ലോ. അപ്പം കരുതിയാൽ മാത്രം പോരല്ല വിക്രം, അത് പ്രാവർത്തികമാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയണം. വിക്രത്തിന് അതാവുന്നില്ല. അപ്പം താനിങ്ങനെ സംസാരിക്കല്ലേ എൻ്റെ അടുത്ത്, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാത്തതുപോലെ തോന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ വിക്രം തന്നിഷ്ടപ്രകാരം ഓരോന്നും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ വിക്രം ഓർക്കാത്തത്? അത് ഓർത്തു കഴിഞ്ഞാലോ? സോറി വേദ, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു വിക്രം. അപ്പോൾ വേദ ദേഷ്യമൊക്കെ മാറ്റി വിക്രത്തോ ഇങ്ങനെ കട്ടിലേക്ക് പതുക്കെ ഇങ്ങനെ ചെരിച്ച് അങ്ങ് കിടത്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത് ചെന്നങ്ങ് ഇരുന്നു. വിക്രത്തെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞു. സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വിഷമിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് പറയാട്ടോ. അങ്ങനെ ഉറങ്ങിക്കോളാനും പറഞ്ഞു, സമാധാനമായിട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. വേദ എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പതുക്കെ പോയി വിക്രത്തെ കിടത്തി പുതപ്പിച്ചൊക്കെ കൊടുത്തിട്ട് വേദ അവിടെ നിന്ന് പോയി. വിക്രം എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക. വേദ എന്നിട്ട് നിലത്ത് പാ വിരിച്ച് കിടക്കുന്നു, ഷീറ്റൊക്കെ വിരിച്ച്. അപ്പം നിലത്ത് പാ വിരിച്ച് വേദ കിടക്കുന്നതും വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ചെറിയൊരു മുള പൊട്ടി തുടങ്ങി, പ്രണയത്തിൻ്റെതായ മുള പൊട്ടി തുടങ്ങി. ഇപ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ താഴെ കിടക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. വേദ പതുക്കെ ഉറങ്ങി. അതിനുശേഷം വിക്രവും പകുതി മയങ്ങി ഇങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ കഥ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.